സ്കൂളിൽ അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പുറകിലൂടെ വന്ന് കുട്ടിയുടെ കയ്യിൽ അടിച്ച് കൈയിൻ്റെ എല്ലിന് ചെറിയൊരു പൊട്ടുണ്ട്. കുട്ടി ഇങ്ങനെ കരച്ചിൽ നിർത്തുന്നില്ല. ഞാനൊന്ന് ചെറുതായിട്ട് അടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ്, വേറെ പ്രയാസമൊന്നുമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വന്ന് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ എന്നുള്ളതാണ് ആദ്യം അറിയിച്ചത്. വീട്ടിൽ വന്നപ്പോഴാണ് കുട്ടിയുടെ കൈ ഇങ്ങനെ വണ്ണം വെച്ച് കുറച്ച് പ്രയാസമുള്ളതായി കാണുന്നത്. എക്സ്റേ എടുത്തപ്പോഴാണ് കുട്ടിയുടെ കയ്യിന് പൊട്ടിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞത്. നമസ്കാരം. അധ്യാപകന്റെ ചൂരൽ കൊണ്ടുള്ള അടിയേറ്റ് വിദ്യാർത്ഥിനിയുടെ കൈപ്പത്തിയുടെ എല്ല് പൊട്ടിയതായി പരാതി. മലപ്പുറം കൽപ്പകഞ്ചേരിയിലാണ് സംഭവം. കല്ലിങ്ങൽ വല്ലകത്ത് സുരേഷ് ബാബുവിന്റെ മകൾ 10 വയസ്സുകാരി ശ്രീയയ്ക്കാണ് അധ്യാപകന്റെ ചൂരൽ കൊണ്ടുള്ള അടിയേറ്റ് കൈയുടെ എല്ലിന് പരിക്കേറ്റത്. കഴിഞ്ഞ 3 ദിവസമായി പനി ബാധിച്ച വിദ്യാർത്ഥിനി സ്കൂളിലെത്തിയിരുന്നില്ല. തുടർന്ന് ഇന്നലെ സ്കൂളിലെത്തിയ കുട്ടി തന്റെ സഹപാഠിയുടെ നോട്ട് വാങ്ങി എഴുതിയെടുക്കുന്നതിനിടയിൽ പിറകിലൂടെ എത്തിയ കല്ലിങ്ങൽ MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതാധ്യാപകനായ ബൽരാജ് കുട്ടിയെ ചൂരൽ കൊണ്ട് അടിക്കുകയായിരുന്നു എന്ന് കുടുംബം പരാതിപ്പെട്ടു. തുടർന്ന് വേദന കൊണ്ട് കുട്ടി നിലവിളിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാൻ പോലും അധ്യാപകർ തയ്യാറായില്ല എന്നുള്ളതും കുടുംബം ആരോപിക്കുന്നുണ്ട്. തുടർന്ന് വൈകുന്നേരത്തോടുകൂടി അധ്യാപകർ തന്നെയാണ് കുട്ടിയെ വീട്ടിൽ എത്തിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം വീട്ടുകാർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കുട്ടിയുടെ കൈയുടെ എല്ലിന് പൊട്ടലുള്ളതായി തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ പ്രദേശവാസിയും വാർഡ് മെമ്പറുമായിട്ടുള്ള ബഷീർ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹം ടെലിഫോണിൽ ചേരുന്നു. കല്ലിങ്ങൽപ്പറമ്പ് MSMHSലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ആ സ്കൂളിലെ അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടി നോട്ടിൽ എഴുതുന്ന സമയത്ത് പുറകിലൂടെ വന്ന് കുട്ടിയുടെ കയ്യിൽ അടിച്ച് കൈയിൻ്റെ എല്ലിന് ചെറിയൊരു പൊട്ടുണ്ട്. ഇതിനുള്ള കാരണം ഈ കുട്ടി പനിയായതിൻ്റെ പേരിൽ 3 ദിവസമായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റുള്ള വിഷയങ്ങൾ കുട്ടി നോട്ട്സ് എടുത്ത വിഷയങ്ങൾ കുട്ടി നോട്ടിൽ എഴുതി വെക്കുകയായിരുന്നു. ആ സമയം ആ അധ്യാപകൻ്റെ ക്ലാസ്സിൽ വിഷയമില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അടിച്ചിട്ടുള്ളത്. ആ അടിച്ച സമയത്ത് തന്നെ കുട്ടിയുടെ കയ്യിന് വീങ്ങി വരികയും കുട്ടി കരയുകയും ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം അധ്യാപകൻ കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിച്ച് കുട്ടി ഇങ്ങനെ കരച്ചിൽ നിർത്തുന്നില്ല, ഞാനൊന്ന് ചെറുതായിട്ട് അടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ്, വേറെ പ്രയാസമൊന്നുമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വന്ന് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ എന്നുള്ളതാണ് ആദ്യം അറിയിച്ചത്. പിന്നീട് ഈ കുട്ടിയുടെ അമ്മയ്ക്കും പനിയായതിൻ്റെ പേരിൽ കൊണ്ടുപോകാനോ വാഹനമൊന്നും കിട്ടാതിൻ്റെ ഭാഗമായിട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അധ്യാപകനും ഒരു അധ്യാപികയും കൂട്ടി കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നാക്കുകയാണ് ചെയ്തത്. വീട്ടിൽ വന്നപ്പോഴാണ് കുട്ടിയുടെ കൈ ഇങ്ങനെ വണ്ണം വെച്ച് കുറച്ച് പ്രയാസമുള്ളതായി കാണുന്നത്. അപ്പോൾ കുട്ടിയുടെ അമ്മ ചോദിച്ചത് എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് അടിച്ചതാണ് അത്. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ളൊരു പ്രയാസം ഉണ്ടായിട്ടില്ല, അതൊന്നും ഇപ്പം നിങ്ങളൊരു പ്രയാസം മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കിയെന്നാണ് അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഉണ്ടായത്. അത് പറഞ്ഞ ഈ വാക്ക് തർക്കമായി കുട്ടിയുടെ അമ്മ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടുന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് കുട്ടിയുടെ കയ്യിന് പൊട്ടിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞത്. വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെയും കുട്ടിയുടെ ബന്ധുക്കളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അധ്യാപകരുടെയും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരുടെയും ഭാഗത്ത് നിന്ന് കൃത്യമായൊരു വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരും ബന്ധുക്കളും നമ്മളോട് വ്യക്തമാക്കുന്നത്. അതേസമയം സ്കൂളിലെ PTA അടക്കമുള്ളവർ കുട്ടിയോടൊപ്പം തന്നെയാണ് എന്നുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതായി പറയുന്നുണ്ട്. ഇതിലും പോലീസിലും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനിലും അടക്കം പരാതി നൽകിയിരിക്കുകയാണ് കുട്ടിയുടെ വീട്ടുകാർ. അധ്യാപകനെതിരായിക്കൊണ്ട് കർശനമായ നടപടിയെടുക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തങ്ങൾ എന്നുള്ളതും അവർ വ്യക്തമാക്കുന്നുണ്ട്.